താനിയ, നീ എന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകാം. പക്ഷെ എനിക്ക് ചില നിബന്ധനകളുണ്ട്. അത് ലംഘിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഒന്നാമതായി, എന്നോട് സംസാരിക്കാൻ അനുവാദമില്ലാതെ വരരുത്. രണ്ടാമതായി, എന്നെ തൊടാൻ പോലും ശ്രമിക്കരുത്. പിന്നെ എന്റെ ബിസിനസ്, അത് നിന്റെ വിഷയമേ അല്ല. അതിൽ തലയിടുകയും വേണ്ട. നിനക്ക് ഈ വീട്ടിൽ ജീവിക്കാം, പക്ഷെ എന്റെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ടാവില്ല. സഫാന്റെ ഈ വാക്കുകൾ കേട്ട് താനിയയുടെ ഉള്ളൊന്നു പിടഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിക്കാഹ് കഴിഞ്ഞ് കയറി വന്ന അന്നു തന്നെ ഇത്രയും വലിയ ക്രൂരത അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. താനിയ മനസ്സിൽ പറഞ്ഞു, പടച്ചവൻ പോലും എന്നോട് ദയ കാണിച്ചിട്ടില്ല. പിന്നെയാണോ 1 മാസം മുമ്പ് മാത്രം പരിചയപ്പെട്ട ഈ മനുഷ്യൻ? എന്റെ ഉമ്മ 3 വയസ്സുള്ളപ്പോൾ എന്നെ ഉപേക്ഷിച്ചു പോയതാ. ആരോടൊപ്പം പോയിന്ന് ആർക്കും അറിയില്ല. നിന്റെ ഉമ്മ പോയവളല്ലേ എന്ന് നാട്ടുകാർ പറയുമ്പോൾ ഉള്ളിൽ നീറുന്ന വേദനയുമായി ഞാൻ ബാപ്പയുടെ മുന്നിൽ ചെന്ന് നിൽക്കും. പക്ഷെ സ്നേഹത്തിനു പകരം ക്രൂരമർദ്ദനമായിരുന്നു ബാപ്പ എനിക്ക് തന്നത്. നീ എന്റെ ചോര തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ വാക്കിന്റെ മൂർച്ചയിൽ എന്റെ ഉള്ളം പിളരുമായിരുന്നു. എന്നെ ഒരു ഭാരമായി കണ്ട വാപ്പ ഒരു ദിവസം എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. തെരുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് എന്നെ പോലീസുകാരാണ് രക്ഷിച്ചത്. ജീവിതം വീണ്ടും എന്നെ ഒരു തുരുത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അന്ന് തെരുവിൽ ഒറ്റപ്പെട്ടു പോയ എന്നെ ചേർത്ത് പിടിച്ചത് ആ പോലീസുകാരനായിരുന്നു. ഇനി ഈ കുട്ടിക്ക് ദേഹത്തൊരു പോറലെങ്കിലും കണ്ട നിന്നെ ഞാൻ അകത്തിടും എന്ന് വാപ്പയുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞത് ഇന്നും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായും അവസാനമായും എനിക്ക് വേണ്ടി സംസാരിച്ച ഒരേ ഒരു മനുഷ്യൻ. അതിനുശേഷം വാപ്പ എന്നെ അടിച്ചിട്ടില്ല, പക്ഷെ വാക്കുകൾ കൊണ്ട് എന്നെ ഓരോ ദിവസവും കൊന്നുകൊണ്ടിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടി സ്വന്തം വാപ്പക്കെതിരെ പരാതി നൽകിയെന്ന വാർത്ത നാട്ടിലാകെ പരന്നു. വാപ്പ ഓരോരുത്തരോടും പറഞ്ഞു നടന്നു, ഇവൾക്ക് വേണ്ടി ആ പോലീസുകാരൻ വീട്ടിൽ വരണമെങ്കിൽ അവർക്ക് എന്തൊക്കെ നൽകിക്കാണും, തള്ളയുടെ ചോരയല്ലേ ഇവൾക്കും എന്ന സ്വന്തം മകളെക്കുറിച്ച് ഇത്രയും നീചമായ വാക്കുകൾ പറയാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു? 10 വയസ്സ് പോലും തികയാതെ എനിക്ക് ആ വാക്കുകളുടെ അർത്ഥം പോലും അന്നറിയില്ലായിരുന്നു. പട്ടിണി കിടന്നാണെങ്കിലും ഞാൻ പഠിച്ചു. ഒടുവിൽ സ്കൂൾ അധികൃതർ ഇടപെട്ട് എന്നെ അനാഥാലയത്തിലേക്ക് മാറ്റി. അവിടെ നിന്നുമാണ് ഞാൻ സമാധാനമായി ഉറങ്ങിയത്. നന്നായി പഠിച്ചതുകൊണ്ട് സ്കോളർഷിപ്പ് കിട്ടി, ബിരുദം പൂർത്തിയാക്കി. അങ്ങനെയാണ് സഫാന്റെ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടിയത്. സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഇനി ആരെയും ഭയപ്പെടേണ്ടതില്ലെന്ന് ഞാൻ കരുതി. പക്ഷെ ആ സന്തോഷത്തിന് ഒരാഴ്ചത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയോ പോയി ഒളിച്ച വാപ്പ കടത്തിൽ മുങ്ങി തിരിച്ചു വന്നു. കണ്ണീരോടെ എന്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. വാപ്പയ്ക്ക് മറ്റൊരു കുടുംബമുണ്ടെന്നും അതിൽ കാഴ്ചയില്ലാത്ത 4 വയസ്സുകാരിയായ ഒരു മകളുണ്ടെന്നും പറഞ്ഞു. അവളുടെ ചികിത്സയ്ക്ക് വലിയൊരു തുക വേണം. നിന്റെ കമ്പനി മുതലാളി നല്ലവനാണ് മോളെ, അയാൾ പണം തരും, നീ ചോദിച്ചാ മതി. നിന്റെ അനിയത്തിയെ നീ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു. ആ കരച്ചിലിന് മുന്നിൽ എന്റെ എല്ലാ വാശികളും അലിഞ്ഞുപോയി. താനിയ സഫാന്റെ ക്യാബിനിലേക്ക് പോയി. വല്ലാതെ ഭയന്നാണ് അവൾ നിൽക്കുന്നത്. കൈകൾ വിറയ്ക്കുന്നുണ്ട്. തന്റെ അനിയത്തിയുടെ അവസ്ഥയും വാപ്പയുടെ കണ്ണീരോർത്ത് അവൾ ആത്മവിശ്വാസം സംഭരിച്ച് സംസാരിച്ചു. സർ, എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. അത്യാവശ്യമാണ്. എന്റെ ശമ്പളത്തിൽ നിന്ന് ഓരോ മാസവും പിടിച്ചോളൂ. എത്ര കാലം വേണമെങ്കിലും ഞാനിവിടെ ജോലി ചെയ്തോളാം. സഫാൻ തന്റെ ഫയലിൽ നിന്നും തലയുയർത്തി അവളെ ഒന്ന് നോക്കി. മുഖത്തൊരു പരിഹാസ ചിരി തെളിഞ്ഞു. 10 ലക്ഷം രൂപ ജോലിക്ക് കയറി ഒരാഴ്ച പോലും തികയാതെ നിനക്ക് ഞാൻ എന്തിന് ഇത്രയും വലിയ തുക തരണം? ഈ തുക തിരിച്ചു പിടിക്കാൻ നിന്റെ ആയുസ് മുഴുവൻ ഇവിടെ പണിയെടുത്താലും തികയില്ല. താനിയ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സർ, എനിക്ക് വേറെ വഴിയില്ല. പണം തന്നാ ഞാൻ സാറ് പറയുന്ന എന്ത് ജോലിയും ചെയ്യാം. സഫാൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. എന്ത് ജോലിയും ചെയ്യുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു ഓഫറുണ്ട്. പണം ഞാൻ തരാം, അത് നീ തിരിച്ചു തരികയും വേണ്ട. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്താണ് സാറിന്റെ ഉദ്ദേശം? പണമില്ലാത്ത പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുമാകാമെന്നാണോ? എന്റെ ശരീരം വിറ്റിട്ട് എനിക്ക് ആ പണം വേണ്ട സാർ. നിർത്തടി നിന്റെ പ്രസംഗം. നിന്റെ ശരീരം ആർക്ക് വേണം? എനിക്ക് വേണമെങ്കിൽ നിന്നേക്കാൾ സുന്ദരികളായ 100 പെണ്ണുങ്ങളെ കിട്ടും. നിന്റെ വീട്ടുകാരെ വെച്ച് എന്നെ അളക്കാൻ നിൽക്കരുത്. എനിക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ. എന്നെ നിക്കാഹ് കഴിക്കണം, അതും 20 ദിവസത്തിനുള്ളിൽ. അടുത്ത മാസം എന്റെ മുൻ ഭാര്യയുടെ വിവാഹമാണ്. അതിനു മുന്നേ എനിക്കൊരു തുണ വേണം. സമ്മതമാണെങ്കിൽ ഈ ചെക്ക് നിനക്ക് എടുക്കാം, ഇല്ലെങ്കിൽ നിനക്ക് ഇപ്പൊ തന്നെ രാജിവെച്ച് ഇവിടുന്ന് പോകാം. സഫാന്റെ കടുത്ത വാക്കുകൾ താനിയെ തളർത്തി. അവളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത അയാൾക്ക് നേരെ അവൾ രൂക്ഷമായി സംസാരിച്ചു. പണമില്ലെന്ന് കരുതി ആരെയും നിസ്സാരമായി കാണരുത് സർ. വിദ്യാഭ്യാസം കൊണ്ട് നേടുന്ന അറിവിനേക്കാൾ വലിയ ഒന്നുണ്ട്, അത് അന്തസ്സാണ്. തളർന്നു പോകുന്ന പെണ്ണുങ്ങളെ വെറും കളിപ്പാവകളായി കാണുന്ന നിങ്ങളെപ്പോലെയുള്ളവർക്ക് അത് മനസ്സിലാവില്ല. അതും പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ അവളെ അയാൾ തടഞ്ഞു. നിന്റെ ഈ പ്രസംഗം കേൾക്കാനൊന്നും എനിക്ക് നേരമില്ല. എനിക്ക് വേണ്ടത് ഒരു ഭാര്യയാണ്. 10 ലക്ഷം രൂപ നിനക്ക് തരാം, പക്ഷെ പകരം നീ എന്റെ ജീവിതത്തിലേക്ക് വരണം. നിനക്കതിന് സമ്മതമാണെങ്കിൽ ഈ ചെക്ക് എടുത്തിട്ട് പോകാം, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ രാജിക്കത്ത് തന്നിട്ട് പോയിക്കൊള്ളണം. ഒന്നോർക്കണം,
നീയായിട്ട് ഇത് കളഞ്ഞ പിന്നെ ഒരിക്കലും നിന്റെ വാപ്പയുടെ മകളെ രക്ഷിക്കാൻ നിനക്ക് കഴിയില്ല. താനിയ ഒരുപാട് ചിന്തിച്ചു. സഫാനെ പോലെയുള്ള ഒരാളോടൊപ്പം ജീവിക്കുക എന്നത് നരകതുല്യമായിരിക്കും. എങ്കിലും ആ കൊച്ചനിയത്തിയുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. താൻ അനുഭവിച്ച അനാഥത്വവും വേദനയും അവൾക്കുണ്ടാകരുത്. എനിക്കാരോടും പരാതിയില്ല. പടച്ചവൻ എനിക്കായി കരുതി വെച്ചത് ഇതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എനിക്ക് കിട്ടാത്ത സ്നേഹവും സുരക്ഷയും ആ കുഞ്ഞിനെങ്കിൽ ലഭിക്കുമെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ തയ്യാറാണ്. അവസാനം താനിയ ആ ചെക്ക് വാങ്ങി തന്റെ വാപ്പയെ ഏൽപ്പിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ അതിസമ്പന്നനായ സഫാനുമായുള്ള അവളുടെ നിക്കാഹ് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരുടെ കടങ്ങൾ തീർക്കാൻ അവൾ സ്വന്തം ജീവിതം പണയപ്പെടുത്തി. ഇപ്പൊ ഞാൻ ഈ വലിയ വീട്ടിലുണ്ട്, വിവാഹമോചിതനായ കോടീശ്വരനായ സഫാന്റെ ഭാര്യയായി. പക്ഷെ എനിക്കറിയാം, ഇവിടെ എന്റെ ജോലി ഒരു ഭാര്യയുടേതല്ല, അയാളുടെ കുഞ്ഞിനെ നോക്കുന്ന ഒരായയുടെ സ്ഥാനമേ എനിക്കുള്ളൂ. എങ്കിലും ആ കുഞ്ഞിന്റെ ചിരിയിൽ ഞാൻ എന്റെ സങ്കടങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കും. ആദ്യ രാത്രിയിൽ സഫാൻ തന്റെ കടുത്ത നിബന്ധനകൾ പറഞ്ഞ് മറ്റൊരു മുറിയിലേക്ക് പോയി. താനിയ അന്ന് കാണാൻ ആഗ്രഹിച്ച ആ ചെറിയ കുഞ്ഞിനെ അവിടെ എങ്ങും കണ്ടില്ല. നിക്കാഹിന്റെ തിരക്കുകൾക്കിടയിൽ പല കുട്ടികളും അവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും നെഞ്ചിടിപ്പ് മാറുന്നില്ല. എങ്കിലും മനസ്സിനൊരു സമാധാനമുണ്ട്. അപരിചിതമായ ഈ വീട് പോലും എന്റെ സ്വന്തം വീടിനേക്കാൾ എനിക്ക് സുരക്ഷിതമായി തോന്നുന്നു. ഇവിടെ ആരും എന്നെ ഉപദ്രവിക്കാൻ വരില്ലെന്നൊരു ധൈര്യം എവിടെ നിന്നോ വരുന്നു. പടച്ചവന്റെ ഒരു പരീക്ഷണം എന്നല്ലാതെ ഇതിനെന്ത് പറയാൻ. പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് താനിയ അടുക്കളയിലേക്ക് പോയി. അവിടെ ഒരു സ്ത്രീയെ അവൾ കണ്ടു. ആ മോള് നേരത്തെ എണീറ്റോ? ഞാൻ ജമീല. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഇവിടെ സഫാനിക്ക് ഉപ്പയും പിന്നെ ആ കുഞ്ഞുമല്ലേ ഉള്ളൂ, വേറെ ആരെയും കണ്ടില്ലല്ലോ. അതെ മോളെ, സഫാൻ സാറും സാറിന്റെ ബാപ്പയും പിന്നെ ആ ചെറിയ മോളും മാത്രമേ ഉള്ളൂ. ഉപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് നോക്കാൻ ഒരു ഹോം നേഴ്സ് വരുന്നുണ്ട്. സഫാൻ സാറ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിന് ആരുമില്ല. അവളെ നോക്കാൻ ഒരുപാട് പേരെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ആർക്കും അവളോട് ഒരു സ്നേഹമില്ല. അതുകൊണ്ടാകാം സാർ എല്ലാവരെയും പറഞ്ഞു വിട്ടത്. ജമീലിത്ത, സഫാനിക്കയുടെ ആദ്യത്തെ ഭാര്യ, അവർ എന്തിനാ പോയത്? ജമീല താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. അതൊന്നും കൃത്യമായി ആർക്കും അറിയില്ല മോളെ. കേൾക്കുന്നത് പലതുമാണ്. സഫാൻ സാറിന്റെ ഉപ്പയെ നോക്കാൻ വന്ന ആളിന്റെ കൂടെ എവിടെയോ വെച്ച് അവരെ പോലീസ് പിടിച്ചു എന്നൊക്കെയാ നാട്ടുകാർ പറയുന്നേ. ആ സ്വഭാവദൂഷ്യം കാരണമാണ് കോടതി കുഞ്ഞിനെ സാറിന് വിട്ടുകൊടുത്തത്. അതോടെ ആ മനുഷ്യന്റെ മനസ്സ് മരവിച്ചു പോയി. ഇനി ആരെയും വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. തന്റെ ജീവിതത്തിലേക്ക് സ്നേഹമില്ലാത്ത ഒരാൾ വന്നതിന്റെ കാരണം താനിയക്കിപ്പോ കൂടുതൽ വ്യക്തമായി. ജമീല നൽകിയ ചായയുമായി താനിയ സഫാന്റെ മുറിക്ക് മുന്നിൽ നിൽക്കുന്നു. താൻ ഈ വീട്ടിലെ വെറും ഒരു ജോലിക്കാരി മാത്രമാണെന്ന തിരിച്ചറിവ് അവളുടെ ഉള്ളിലുണ്ട്. ജമീല താത്തയ്ക്ക് എന്നോട് സഹതാപം തോന്നിയിട്ടാവാം ഈ ചായ ഉണ്ടാക്കി തന്നത്. ഇത് സഫാനിക്കയുടെ മുറിയിൽ കൊണ്ടുപോയി കൊടുത്താൽ അയാൾക്ക് ഇഷ്ടപ്പെടുവോ? ഈ വീട്ടിൽ എനിക്ക് മഹാറാണി പദവിയൊന്നും വേണ്ട. ജമീലാത്ത അടുക്കള നോക്കുന്നു, നഴ്സ് ഉപ്പയെ നോക്കുന്നു, ഞാൻ ആ കുഞ്ഞിനെ നോക്കുന്നു. അത്രമാത്രം മതി. മഹർ ചാർത്തിയ ഒരു വേലക്കാരി, അതിലപ്പുറം ഒരു സ്ഥാനവും എനിക്കിവിടെയില്ല. എന്നെ അടിക്കാനോ പുറത്താക്കാനോ അയാൾക്ക് അധികാരമുണ്ട്. കാരണം 10 ലക്ഷത്തിന്റെ കടം എന്നെ അയാളുടെ മുന്നിൽ തളച്ചിട്ടിരിക്കുകയാണ്. പോലീസിൽ പോകാൻ പോലും എനിക്ക് കഴിയില്ല. താനിയ കഥകൾ 2 തവണ തട്ടി. സഫാൻ വാതിൽ തുറന്ന് അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ എന്തിനാണ് ഇവിടെ വന്നത് എന്ന ചോദ്യമുണ്ടായിരുന്നു. ഞാൻ ചായ തരാൻ വേണ്ടി വന്നതാ. ഇതാരാ തന്നേച്ചത്? അത് ജമീലാത്ത തന്നതാ. അതെന്താ, അവർക്ക് കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതോ വഴിയിൽ ആരെങ്കിലും അവരെ തടഞ്ഞു നിർത്തിയോ? അവർ കരുതിയത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നാണ്. ആ തെറ്റിദ്ധാരണയിലാണ് ഇതെന്റെ കയ്യിൽ തന്നത്. എങ്കിൽ ആ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റിക്കൊടുക്ക്. ഇത് കൊണ്ടുപോയി അവരുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് വരാൻ പറ. സഫാനിക്ക, നിങ്ങൾ പേടിക്കണ്ട. ഈ വീടിന്റെ മേൽ എനിക്ക് യാതൊരു അധികാരവുമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എനിക്ക് അവകാശങ്ങളും വേണ്ട. നിങ്ങളുടെ ഈ ദേഷ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും പറഞ്ഞ് ആ ചായ അവിടെ വെച്ചിട്ട് താനിയ താഴേക്ക് നടന്നു. അപ്പോഴാണ് ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ അവൾ കേൾക്കുന്നത്. അവൾ വേഗം ആ മുറി ലക്ഷ്യമാക്കി നടന്നു. പാവം കുഞ്ഞ് രാവിലെ തന്നെ കരയുകയാണല്ലോ. സഫാനിക്ക മുറിയിലുണ്ടായിട്ടും എന്താ അവളെ നോക്കാത്തെ? ഒരുപക്ഷെ അവൾക്ക് വിശക്കുന്നുണ്ടാവും. ഈ വീട്ടിലെല്ലാവരും യന്ത്രങ്ങളെ പോലെയാണ്. ആർക്കും കുഞ്ഞിന്റെ സങ്കടമൊന്നും മനസ്സിലാവില്ല. താനിയ മുറിയിലേക്ക് കയറുമ്പോൾ കണ്ടത് സഫാൻ കുഞ്ഞിന്റെ അരികിൽ നിസ്സഹായനായി നിൽക്കുന്നതാണ്. അവൾ വേഗത്തിൽ കുഞ്ഞിനെ കയ്യിലെടുത്തു. സഫാൻ ഗൗരവത്തിൽ ചോദിച്ചു, നീ എന്തിനാണ് താഴേക്ക് പോയത്? നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണെന്ന് മറന്നോ? ഇല്ല ഇക്ക, ഞാൻ മറന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടണ്ടെന്ന് കരുതിയ താഴേക്ക് പോയത്. അവൾ കരയുന്നത് കേട്ടപ്പോഴാ ഞാൻ ഓടി വന്നത്. ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം. ഈ കുഞ്ഞിന്റെ കാര്യം നോക്കുക എന്നത് നിന്റെ ഉത്തരവാദിത്തമാണ്. അവൾ കരയുമ്പോ നീ എന്റെ മുഖം നോക്കി നിൽക്കരുത്. ഞാനുള്ളപ്പോ ഇതാണ് അവസ്ഥയെങ്കിൽ ഞാൻ ഇല്ലാത്തപ്പോ നീ അവളെ എങ്ങനെ നോക്കും? ക്ഷമിക്കണോ ഇക്ക, ഇനി ഇത് ആവർത്തിക്കില്ല. അവളുടെ ഓരോ ആവശ്യവും ഞാൻ അറിഞ്ഞു ചെയ്തോളാം. കുഞ്ഞിനെ സമാധാനിപ്പിച്ച ശേഷം താനിയ ജമീലത്തയുടെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു. സഫാനിക്ക വല്ലാതെ ദേഷ്യപ്പെട്ടു. കുഞ്ഞു കരഞ്ഞപ്പോ ഞാൻ താഴേക്ക് വന്നത് അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഒരു വിലയുമില്ലാത്ത ആളെ പോലെയാണ് അയാൾ കാണുന്നത്. സാരമില്ല മോളെ, ആ മനുഷ്യൻ അനുഭവിച്ച വേദനകൾ അത്ര വലുതാണ്.
ആ വിശ്വാസമില്ലായ്മയാണ് ഈ ദേഷ്യമായി പുറത്തു വരുന്നത്. നീ ആ കുഞ്ഞിനെ സ്നേഹത്തോടെ നോക്കുന്നത് കാണുമ്പോൾ അയാളുടെ ഉള്ളിലെ മഞ്ഞുരുകിക്കോളും. പടച്ചവനെല്ലാം ശരിയാക്കും. അവൾ സഫാന്റെ മുറിയിലേക്ക് പോയപ്പോൾ കുഞ്ഞിനെ നോക്കാത്തതിനെ പറ്റിയുള്ള തർക്കം സഫാൻ വീണ്ടും തുടർന്നു. സഫാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് താനിയ പകച്ചുപോയി. തന്നെ ഒരു ജോലിക്കാരിയെ പോലെ അയാൾ ആജ്ഞാപിക്കുന്നത് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സഫാനിക്ക, ഞാൻ കരുതിയത് നിങ്ങൾ മുറിയിലുള്ളപ്പോൾ കുഞ്ഞിനെ നോക്കാൻ എനിക്ക് അനുവാദമില്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത്, അല്ലാതെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിയതല്ല. സഫാൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. നോക്ക് താനിയ, ഞാൻ വീട്ടിലുണ്ടെന്ന് കരുതി നിന്റെ ജോലിയിൽ നീ വീഴ്ച വരുത്തരുത്. എനിക്ക് ബിസിനസ് സംബന്ധമായ തിരക്കുകൾ ഉണ്ടാവും. ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും നീ നിന്റെ കടമകൾ കൃത്യമായി ചെയ്യണം. ഇത് ആദ്യത്തെയും അവസാനത്തെയും മുന്നറിയിപ്പാണ്. ഇനി ഇത് ആവർത്തിച്ച എന്റെ പെരുമാറ്റം ഇങ്ങനെ ആയിരിക്കില്ല. ശരി ഇക്ക, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇക്ക, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? ചോദിക്ക്. അത് കമ്പനിയിലെ എന്റെ ജോലിയുടെ കാര്യം എന്തായി? എനിക്ക് നാളെ മുതൽ ഓഫീസിൽ വരാൻ കഴിയുമോ? സഫാൻ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട്, നീ എന്തായി പറയുന്നത്? നിന്നെ ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത് എന്റെ മകളെ നോക്കാനാ, അല്ലാതെ എന്റെ ഓഫീസിലെ ഫയല് നോക്കാനല്ല. സഫാന്റെ ഭാര്യ ഒരു സാധാരണ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നത് കണ്ട നാട്ടുകാരെന്നെ പരിഹസിക്കില്ലേ? നിനക്ക് ആ ജോലി ഇനി വേണ്ട. പക്ഷെ ഇക്ക, അതെന്റെ സ്വപ്നമായിരുന്നു. നിന്റെ സ്വപ്നങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഇപ്പോ എന്റെ മകളെ സ്നേഹത്തോടെ നോക്ക്. അതിന് പ്രതിമാസം നിനക്ക് കൃത്യമായ ശമ്പളം ഞാൻ തന്നേക്കാം. അത് എത്രയായിരിക്കണമെന്ന് നിന്റെ ജോലിയുടെ ഗുണം നോക്കി ഞാൻ തീരുമാനിക്കും. അതും പറഞ്ഞ് സഫാൻ പുറത്തേക്ക് പോയി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും താനിയ കുഞ്ഞിനെ കയ്യിലെടുത്തു. അവൾ കരച്ചിൽ നിർത്തി താനിയയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും ഞാൻ ഇവിടുത്തെ വീട്ടമ്മയാണല്ലോ, ആ ഒരു സമാധാനം മതി. ഈ കുഞ്ഞിന്റെ ചിരി കാണുമ്പോൾ എന്റെ സങ്കടങ്ങളെല്ലാം മറക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അവൾ കുഞ്ഞിനെയും കൊണ്ട് ജമീലാത്തയുടെ അടുത്തേക്ക് പോയി അവളുടെ പേര് ചോദിച്ചു. മോളെ, ഈ കുഞ്ഞിന്റെ പേര് സഫൈല എന്നാണ്. കൊള്ളാലോ, ഈ മോൾക്ക് നല്ല ഭംഗിയുള്ള പേരാണല്ലോ ജമീലാത്ത. ഇത്രയും വലിയ പേര് അവൾക്ക് എങ്ങനെ കിട്ടി? അതൊരു പഴയ കഥയാണ് മോളെ. സഫാൻ സാറിന്റെയും അയാളുടെ ആദ്യ ഭാര്യയുടെയും പേരുകൾ ചേർത്താണ് ഇതിട്ടത്. സാറിന്റെ പേരായ സഫാൻ എന്നതിലെ ആദ്യ അക്ഷരവും ആ സ്ത്രീയുടെ പേരായ നൈല എന്നതിലെ അക്ഷരങ്ങളും ചേർത്താണ് സഫൈല എന്ന് പേരിട്ടത്. സാറിന്റെ ഉമ്മയുടെ പേരും ഇതിൽ കലർന്നിട്ടുണ്ട്. സഫൈല കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷെ ഇപ്പോ സഫാനിക്ക അവളെ എന്താ വിളിക്കുന്നത്? ഈ പേര് വിളിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വരില്ലേ ജമീലാത്ത? അതാണ് മോളെ പ്രശ്നം. ആ പേര് വിളിക്കുന്നത് സാറിന് ഇപ്പൊ വലിയ വിഷമാ. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും അവളെ ലുലു എന്നാണ് വിളിക്കുന്നത്. ആ പഴയ പേരിലെ ഒരക്ഷരം പോലും കേൾക്കാൻ സാറിന് ഇഷ്ടമല്ല. താനിയ മനസ്സിലോർത്തു, ഒരു പേരിൽ പോലും ഇത്രയും സങ്കടം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? സഫാനിക്കാക്ക് എന്നെ കാണുമ്പോൾ ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. ആ സ്ത്രീയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണ് വരുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഞാൻ ഈ വീട്ടിൽ വെറുമൊരു നിഴൽ മാത്രമായി ജീവിച്ചോളാം. അല്ലേ ലുലുമോളെ? നമുക്ക് നിന്റെ ഉപ്പയെ ശല്യം ചെയ്യാതെ രണ്ടാൾക്കും ഇവിടെ സമാധാനായിട്ടിരിക്കാം. കുഞ്ഞിന്റെ കളിയും ചിരിയും കാണുമ്പോൾ ജീവിതത്തിലെ എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളും താനിയ മറന്നു പോകുന്നു. താനിയ ലുലുമോളെ കുളിപ്പിച്ച് ഭംഗിയുള്ള ഉടുപ്പൊക്കെ ഇടിവിച്ച് കണ്ണെഴുതി കളിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് താഴെ നിന്നും സഫാന്റെ ഗൗരവത്തിലുള്ള വിളി കേട്ടത്. അവൾ കുഞ്ഞിനെയും എടുത്ത് താഴേക്ക് ചെന്നു. നീ എന്താ ഇത്രയും നേരം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഈ കുഞ്ഞിനെ കാണാൻ കിട്ടുന്ന സമയം വളരെ കുറവാണെന്ന് നിനക്കറിയില്ലേ? ആ സമയം കൂടി നീ ഇങ്ങനെ കളയരുത്. ക്ഷമിക്കണക്ക, മോളെ കുളിപ്പിച്ചൊന്ന് ഒരുക്കിയതായിരുന്നു, അതുകൊണ്ടാ വൈകിയത്. സഫാൻ ലുലുവിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ വിടർന്ന കണ്ണുകളും ചിരിയും കണ്ടപ്പോ അയാളുടെ മുഖത്തെ ഗൗരവം അല്പം കുറഞ്ഞു. അയാൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ താനിയയെ നോക്കിയപ്പോ വീണ്ടും പഴയ ഗൗരവം തിരിച്ചു വന്നു. ശരിയാണ്, അവളിപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി മുതൽ ഇതൊക്കെ നേരത്തെ തീർക്കണം. നിനക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഈ കുഞ്ഞിനെ നോക്കുക എന്നത് മാത്രമാണ് നിന്റെ ഉത്തരവാദിത്വം. സഫാൻ ലുലുവിനെ മടിയിലിരുത്തി ഭക്ഷണം നൽകി. അവളോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് ആ മനുഷ്യനൊന്ന് ചിരിക്കുന്നതെന്ന് താനിയ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഭക്ഷണം കഴിഞ്ഞ് സഫാൻ എഴുന്നേറ്റു. ജമീലാത്ത, ഇന്ന് വൈകുന്നേരം ഇവിടെ ചെറിയൊരു വിരുന്നിന് പ്ലാനുണ്ട്. എന്റെ കുറച്ച് സുഹൃത്തുക്കൾ വരുന്നുണ്ട്. ഒരു 20 പേർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കണം. ശരി സാർ, ഞാൻ നോക്കിക്കോളാം. അതിഥികൾ വരുന്നതിന് മുമ്പ് വീട് മുഴുവൻ ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കണം. ഞാൻ വൈകുന്നേരം നേരത്തെ എത്തും. അതിനു മുന്നേ എല്ലാം റെഡിയാക്കിയിരിക്കണം. സഫാൻ താനിയയോട് പറഞ്ഞു. ശരിക്ക, ഞാൻ ചെയ്തോളാം. സഫാൻ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞു. വീട്ടിലെ വലിയ വിരുന്നിനുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലാണ് ജമീലാത്ത. താനിയ സഹായത്തിനായി അടുക്കളയിലേക്ക് ചെന്നു. ജമീലാത്ത, ഇത്രയും പേർക്കുള്ള ഭക്ഷണം തനിയെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഞാനും കൂടി സഹായിക്കാം. എനിക്കും പാചകം കുറച്ചൊക്കെ അറിയാം. അയ്യോ വേണ്ട മോളെ, സഫാൻ സാർ അറിഞ്ഞാ എന്നെ ശകാരിക്കും. നിന്നെ ഇതിനൊന്നും ബുദ്ധിമുട്ടിക്കരുതെന്ന് സാറിന് നിർബന്ധമുണ്ട്. മോള് പോയി ലുലുവിനെ നോക്കിക്കോളൂ. അതൊന്നും സാരമില്ലേത്താ, സഫാനിക്ക് അറിയില്ലല്ലോ. പിന്നെ ഞാനും കൂടി സഹായിച്ച പണി വേഗം തീരുവല്ലോ. ലുലു മോളിപ്പോ ഉറങ്ങുകയല്ലേ. ഈ വീട്ടിൽ എനിക്ക് ആരും ഇതുവരെ ഒരു പരിഗണനയും തന്നിട്ടില്ല. പക്ഷെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നാറുണ്ട്. അതുകൊണ്ട് എന്നെ ഒരു അന്യായി കാണണ്ട. മോളെ താനിയ, നിന്റെ മനസ്സ് നല്ലതാണ്. പക്ഷേ ഈ വീട്ടിലെ നിയമങ്ങൾ കുറച്ച് കടുപ്പമാണ്. സാരമല്ലേത്താ, എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല. മോളെ എന്ന നിങ്ങളുടെ ഈ വിളി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം. എന്നെ അങ്ങനെ വിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല.
ഈ വീട്ടിൽ വന്നതിന് ശേഷം ആ കുഞ്ഞിന്റെ സ്നേഹം മാത്രമാണ് എനിക്ക് കിട്ടിയ ഒരേ ഒരു സമ്പാദ്യം. അതിനു പകരമായി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാ. താനിയ ജമീലാത്തയെ സഹായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഉറക്കമുണർന്ന ലുലുമോൾ അവിടേക്ക് വരുന്നത്. ചെറിയുമ്മ, എന്താ ലുലുമോളെ? ചെറിയുമ്മ തിരക്കിലാണോ? ചെറിയുമ്മ ചിരിക്കുമ്പോ നല്ല രസമുണ്ട് കാണാൻ. ചെറിയുമ്മ എപ്പോഴും ചിരിക്കണം കേട്ടോ. ആരും സ്നേഹിക്കാനില്ലാന്നൊന്നും ഇനി പറയണ്ട. ചെറിയുമ്മയെ ഞാൻ സ്നേഹിക്കുമല്ലോ. ആ കൊച്ചു കുഞ്ഞിന്റെ വാക്കുകൾ കേട്ട് താനിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ലുലുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി. താൻ ഈ വീട്ടിലെത്തിയത് വെറുതെയല്ലെന്ന് അവൾക്ക് തോന്നി. ജമീലാത്തെയും ഉപ്പയെ നോക്കാൻ വന്ന നഫീസത്തെയും പണികൾക്കിടയിൽ സംസാരിക്കുകയാണ്. താനിയ മുകളിൽ ലുലുവിനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. പാവം കുട്ടി, ഈ വീട്ടിലൊരു രാജ്ഞിയെ പോലെ കഴിയേണ്ടവളല്ലേ. പക്ഷേ നമ്മുടെ കൂടെ ഇങ്ങനെ. എന്ത് പറയാനാ നഫീസ, പണക്കാർക്ക് എന്തു ആകാലോ. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുക തന്നെ. അല്ല, ഈ താനിയയുടെ ഉപ്പയും ഉമ്മയൊക്കെ എവിടെയാണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല, ഞാൻ അതൊന്നും ചോദിച്ചിട്ടില്ല. ജീവിതം വല്ലാത്തൊരു വേദനയാണെന്ന് മാത്രം അവൾ ഇടയ്ക്കിടെ പറയാറുണ്ട്. ലുലുമോൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ താനിയ താഴേക്ക് വന്നു. ഇവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കുവോ ഇത്ത? കുറച്ച് ചോറും മോരുകറിയും കൊടുത്ത അവള് തന്നെ അത് കുഴച്ച് തിന്നോളും, ജമീലാത്ത പറഞ്ഞു. ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ലുലു ശീലിച്ചത് കണ്ട് താനിയ അത്ഭുതപ്പെട്ടു. താനിയ നൽകിയ ചോറുമായി ലുലു നേരെ ഉപ്പുപ്പാന്റെ അടുത്തേക്ക് പോയി. സഫാനിക്കയുടെ ഉപ്പാനെ താനിയ ഇതുവരെ കണ്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുറിയിൽ ലുലുവിന് ഇരിക്കാനായി ഒരു ചെറിയ കസേര ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പുപ്പ, ഇന്ന് കഥ പറഞ്ഞു തരുവോ? ലുലുവിന്റെ വിളി കേട്ട് കട്ടിലിൽ കിടന്നിരുന്ന ആ വൃദ്ധൻ പതുക്കെ കണ്ണു തുറന്ന് താനിയെയും ലുലുവിനെയും നോക്കി. ലുലുവിന് ഉപ്പുപ്പ ഒരു കഥ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് താനിയക്ക് മനസ്സിലായി അദ്ദേഹം പഴയ ഒരു പട്ടാളക്കാരനായിരുന്നുവെന്ന്. കൈ കഴുകണമെന്നും ഉറങ്ങണമെന്നും പറഞ്ഞ് ലുലു ടാറ്റ നൽകി പുറത്തേക്കോടി. എന്നാ ഞാനും പോട്ടെ സാർ എന്ന് താനിയ പറഞ്ഞപ്പോ ഇനി മുതൽ തന്നെ സാർ എന്ന് വിളിക്കരുതെന്നും ഉപ്പ എന്ന് വിളിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടാളത്തിൽ നിന്നും വന്ന ഉടനെ ഭാര്യ മരിച്ചുപോയെന്നും മകൻ സഫാന് തന്നോട് സംസാരിക്കാൻ സമയമില്ലെന്നും അദ്ദേഹം വിഷമത്തോടെ പറഞ്ഞു. തന്നെ സാറെന്ന് വിളിക്കുന്നവർക്കിടയിൽ നിന്ന് തനിക്ക് മടുത്തുവെന്നും അദ്ദേഹം താനിയയോട് വെളിപ്പെടുത്തി. ആദ്യമായി താനിയ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഉപ്പ എന്ന് വിളിച്ചു.